ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ വീട്ടുമുറ്റത്തും പരിസരങ്ങളിലും മറ്റും കണ്ടുവരുന്ന 10 ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായി തുമ്പ. ഓണപ്പൂക്കളത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു പ്രധാന പുഷ്പമാണ് തുമ്പ. ഈ കാണുന്ന പോലെ ചെറിയ വെള്ളപ്പൂക്കളാണ് ഇതിനുള്ളത്. ആയുർവേദത്തിൽ തുമ്പയെ ഒരു ഔഷധമായി ഉപയോഗിക്കുന്നു. പനി, ജലദോഷം, വിഷചികിത്സ മുതലായവയ്ക്കാണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇത് വയലുകൾക്കരികിലും തുറന്ന ഇടങ്ങളിലുമാണ് സാധാരണയായി കണ്ടുവരുന്നത്. മുക്കുറ്റി. 5 മുതൽ 15 സെന്റിമീറ്റർ ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ് മുക്കുറ്റി. മഞ്ഞ പൂക്കളോടുകൂടിയുള്ള ഇവ കാണാൻ വളരെ ഭംഗിയുള്ളതാണ്. പൂജാതി കർമ്മങ്ങൾക്കും ആയുർവേദത്തിലും ഇത് ഉപയോഗമുള്ളവയാണ്. ആയുർവേദത്തിൽ ഇതിനെ പിത്തം, വയറുവേദന, വാതം എന്നിവയ്ക്ക് ഒരു ഔഷധമായി ഉപയോഗിക്കുന്നു. തുമ്പയെ പോലെ തന്നെ ഓണപ്പൂക്കളത്തിൽ മുക്കുറ്റിയും ഉൾപ്പെടുത്തുന്നു. ബലിപ്പുല്ല്. പേരുപോലെ തന്നെ ബലിപ്പുല്ല് ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണങ്ങൾക്ക് ഉപയോഗിക്കുന്നു. കുറ്റിച്ചെടി പോലുള്ള ഇവ ദശപുഷ്പങ്ങളിൽ ഒന്നാണ്. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറത്തു കളയാനും അതുപോലെ തന്നെ വൃക്കരോഗങ്ങൾ തടയാനും ഇത് ഫലപ്രദമാണ്. കൈതോന്നി. ഈർപ്പമുള്ള പ്രതലങ്ങളിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണ് കൈതോന്നി. ഇവയും ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടുന്നു. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ വളരെ ശക്തിയുള്ള ആയുർവേദ സസ്യമായി പരാമർശിക്കുന്നുണ്ട്. മുടി വളരാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ കരളിന്റെ ആരോഗ്യത്തിനും ഇവ ഫലപ്രദമാണ്. കൃഷ്ണ തുളസി. ഇന്ത്യയിൽ എല്ലായിടത്തും കണ്ടുവരുന്ന തുളസി ഔഷധ സസ്യമായും പുണ്യസസ്യമായും വീട്ടുമുറ്റത്തും ക്ഷേത്ര പരിസരങ്ങളിലും നട്ടു വളർത്താറുണ്ട്. ഇതിൽ കറുത്ത കൃഷ്ണ തുളസിയാണ് ഔഷധ ഗുണം കൂടുതലുള്ളത്. പിരിമുറുക്കം കുറയ്ക്കാനും ത്വക്ക് രോഗങ്ങൾക്കും ചെറിയ പ്രാണികളെ അകറ്റാനും ഇത് അത്യുത്തമമാണ്. പനി, ജലദോഷം എന്നീ പ്രശ്നങ്ങൾക്ക് നാട്ടുവൈദ്യമായി ഇത് ഉപയോഗിക്കാറുണ്ട്. പനിക്കൂർക്ക. ഞവര എന്ന മറ്റൊരു പേരും ഇതിനുണ്ട്. പനിക്കൂർക്കയുടെ ഇല, തണ്ട് എന്നിവ ഔഷധ പ്രാധാന്യമുള്ളവയാണ്. ചുക്കുകാപ്പിയിലെ ഒരു പ്രധാന ചേരുവയാണ് പനിക്കൂർക്ക. ചെറിയ കുട്ടികൾക്ക് ഇതിന്റെ ഇല വാട്ടിപ്പിഴിഞ്ഞ് നീര് കൊടുക്കുന്നത് ചുമയ്ക്കും ജലദോഷത്തിനും വളരെ നല്ലതാണ്. പൂവാംകുറുന്തൽ. ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടുന്ന വയലറ്റ് നിറത്തിലുള്ള പൂക്കളോടുകൂടിയ ചെടിയാണിത്. നാട്ടുവൈദ്യത്തിലും ആയുർവേദ ചികിത്സയിലും ഇത് ഒരുപോലെ ഉപയോഗിച്ചു വരുന്നു. മലമ്പനി, തേൾവിഷം, നേത്ര ചികിത്സ എന്നിവയ്ക്ക് ഫലപ്രദമാണ്. ഉയർന്ന പ്രദേശങ്ങളിലും താഴ്വാരങ്ങളിലും കാണപ്പെടുന്ന ഈ ചെടി ഇന്ത്യയിലെ പല മരുന്ന് കമ്പനികളും വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാറുണ്ട്. കറുക. മണ്ണിനോട് ചേർന്ന് വളരുന്ന ഒരു പുൽച്ചെടിയാണ് കറുക. മുക്കുറ്റിയെ പോലെ പൂജാതി കർമ്മങ്ങളിലും ഔഷധക്കൂട്ടുകളിലും കറുക ഉപയോഗിക്കുന്നു. വളരെ നേരിയ തണ്ടുകളും നീണ്ട ഇലകളുമാണ് ഇവയുടെ പ്രത്യേകത. മുലപ്പാൽ വർദ്ധിപ്പിക്കുവാനും ഓർമ്മശക്തി കൂട്ടുവാനും ഇത് ഉത്തമ ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. കരിനൊച്ചി. കൂടുതൽ ഉയരത്തിൽ ശാഖോപശാഖകളായി വളരുന്ന ഒരു സസ്യമാണ് കരിനൊച്ചി. ഇവയുടെ ഇലകൾക്ക് 2 ഷെയ്ഡ് വരുന്നുണ്ട്. മുകളിൽ പച്ചയും അടിഭാഗത്തായി ഡാർക്ക് വയലറ്റ് നിറവും. വേര്, തൊലി, ഇല എന്നിവയാണ് ഇതിന്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. ഇവയുടെ പൂക്കൾക്ക് പർപ്പിൾ നിറമാണ് വരുന്നത്. നീര്, വേദന, വാതം എന്നിവയെ ശമിപ്പിക്കാൻ ഇതൊരു ഉത്തമ ഔഷധ സസ്യമാണ്. കീഴാർനെല്ലി. ഇലത്തണ്ടിനടിയിൽ നെല്ലിക്ക പോലെ വിത്തുകൾ കാണപ്പെടുന്നതിനാലാണ് ഈ സസ്യത്തെ കീഴാർനെല്ലി എന്ന് വിളിക്കുന്നത്. ഇലകൾ തണ്ടിൽ നിന്നും മാറി ഇരുവശങ്ങളിലായി കാണപ്പെടുന്നു. ചെടി സമൂലമായിട്ടാണ് മരുന്നിന് ഉപയോഗിക്കുന്നത്. മഞ്ഞപ്പിത്തം, പനി, മൂത്രാശയ രോഗങ്ങൾ ഇവയ്ക്കെല്ലാം കീഴാർനെല്ലി ഉത്തമമാണ്. എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് മുടി തഴച്ചു വളരാൻ സഹായിക്കുന്നു. ഈ സസ്യങ്ങൾ നിങ്ങളുടെ പരിസരത്ത്
മറ്റു പേരുകളിലാണ് അറിയപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റ് ഔഷധ ഗുണങ്ങൾ ഇവയ്ക്കുണ്ടെങ്കിൽ അതുകൂടെ താഴെ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു.